ഹലോ ഗായ്സ്, ഇന്ന് നമുക്കൊരു ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ആദ്യം നമുക്ക് ഒരു കട്ടിൽ പേപ്പർ എടുക്കുക. കട്ടിൽ പേപ്പർ മീൻസ് ഡയറിയിൽ ഫസ്റ്റ് പേജൊക്കെ ഇങ്ങനൊരു കട്ടിൽ പേപ്പറാണല്ലോ. അതുകൊണ്ട് ഞാൻ കുറേ എഴുതിയിട്ടുണ്ട്. അങ്ങനെ കുറേ നമ്പേഴ്സും അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് പെയിൻ്റ് അടിച്ചിട്ട് അതൊന്ന് മാറ്റിയെടുക്കണം. പിന്നെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഈ ഒരു ലൈറ്റ് പിങ്ക് കളറാണ്. അതൊന്നിങ്ങനെ ഒന്ന് പെയിൻ്റ് അടിച്ചിട്ടെടുക്കുക. കണ്ടോ, ഞാൻ അടിയിലൊരു പേപ്പർ വെച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ പെയിൻറ്റ് ആകുമ്പോൾ അടിയിലാവാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതൊന്ന് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഇതൊന്നിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഷേപ്പായി കിട്ടും. കണ്ടോ, ഇങ്ങനത്തെ ക്യൂബ് പോലെ. ഈ കട്ടില്ലാത്ത പേപ്പർ ആണെങ്കിൽ കാർഡ്ബോർഡ് വെച്ചിട്ട് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ നല്ല വൃത്തിയിൽ വരും. പിന്നെ ആ ഒരു പേപ്പറിൽ നിങ്ങളുടെ ടൈം ടേബിൾ എഴുതി കൊടുക്കുക. എന്നിട്ട് പശ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. കണ്ടോ, ഇതേപോലെയാണ് ഒട്ടിച്ചെടുക്കുമ്പോൾ. നിങ്ങൾ ടൈം ടേബിളൊക്കെ വേറെ വേറെ ആണല്ലോ. ഇത് കളറ് വെച്ചിട്ട് ഞാനൊന്ന് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. മേലെ ബ്ലൂവും പിന്നെ താഴെ പിങ്കായിട്ടാണ് കളർ എടുത്തിട്ടുള്ളത്. പിന്നെ ടൈം ടേബിൾ ഇങ്ങനത്തെ ഒരു മേഘമല്ലേ, മേഘത്തിന് ഷേപ്പാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. സെല്ലോ ടേപ്പ് ആകുമ്പോൾ കുറച്ചും കൂടി സ്റ്റേഡിയിൽ നിൽക്കും. ഇനി സാധാ ഇതിപ്പോൾ എടുത്തിട്ട് കട്ടിയുള്ള പേപ്പറാണ് കേട്ടോ, കട്ടിലെ പേപ്പറാണ്. ഇനി കട്ടില്ലാത്ത പേപ്പർ ഉണ്ടെങ്കിൽ 2 A4 ഷീറ്റ് മടക്കിയിട്ട് ഒട്ടിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഒട്ടിച്ചിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ വെക്കും. അല്ലെങ്കിൽ ഇതിപ്പോൾ കട്ടിൽ പേപ്പറായിട്ട് ഇങ്ങനെ വളർന്ന് നിൽക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല. റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു റെയിൻബോ ഒന്ന് ഇതാക്കിയിട്ട് സെല്ലോ ടേപ്പ് വെച്ചിട്ട് തന്നെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ടൊരു കവായിക്കൊട്ടീനെ പേപ്പറിലാക്കിയിട്ട് ഇതേപോലെ വെട്ടിയിട്ട് ഒന്ന് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ. കണ്ടോ, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ്. അപ്പോൾ ഇനി ടൈം ടേബിളൊക്കെ നോക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇനി ഡയറിയിലൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ ബൈ.